ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി LGSനെ കുറിച്ചിട്ടാണ്. അതായത് യൂണിവേഴ്സിറ്റി LGSന് കുറച്ച് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയും കൂടെ ആഡായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് വേക്കൻസിയും 1-2 ആഡായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. കുറച്ച് നാളായിട്ട് യൂണിവേഴ്സിറ്റി LGSനെ കുറിച്ചിട്ട് അപ്ഡേറ്റ് ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യൂണിവേഴ്സിറ്റി LGSനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ തമ്മിൽ കമൻ്റായിട്ട് വാഗ്വാദങ്ങളും ഒക്കെയാണ് പതിവ്. അത് നിങ്ങൾ ഈ സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. നിങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ടുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് റിസൾട്ട് എന്ന് വരുമ്പോൾ നല്ല ഈ സാഹചര്യത്തിൽ നോക്കേണ്ടത് മാക്സിമം എത്രത്തോളം വേക്കൻസി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മനസ്സോടുകൂടി മാക്സിമം എഫേർട്ട് ചെയ്ത് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ട് ഇനിയും വേക്കൻസികൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എങ്കിലും റിപ്പോർട്ട് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. യൂണിവേഴ്സിറ്റി LGSൻ്റെ റിസൾട്ട് മെയ് മാസത്തോടു കൂടി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അത് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ അത് റിസൾട്ട് വരാൻ സാധിച്ചില്ല. അതിനി എന്ന് വരുമെന്നുള്ള കാര്യം ഇപ്പോൾ പറയുന്നില്ല. അത് ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ തൊട്ട് ഏത് സമയം വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് യൂണിവേഴ്സിറ്റി LGSൻ്റെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന അന്ന് മുതൽ അപ്പോയിൻമെൻറ്റ് നടക്കുന്ന ആ സാഹചര്യം വരെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിന് നിങ്ങൾ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ കിടക്കുന്ന കമ്പനി ബോർഡ് LGSനെ കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. റിസൾട്ട് വന്ന, അതായത് ഷോർട്ട് ലിസ്റ്റ് വന്ന അന്ന് തൊട്ട് ഇപ്പോൾ തേർഡ് അഡ്വൈസ് പോയിട്ടുണ്ട്. അന്ന് വരെയുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അഡ്വൈസ് പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെല്ലാം ഡൗട്ടുകളുണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനലിലൂടെ എല്ലാവർക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ യൂണിവേഴ്സിറ്റി LGSന് ടോട്ടൽ 228 വേക്കൻസിയാണ് റിപ്പോർട്ടായിരിക്കുന്നത്. അതിൽ 23 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയും അതുപോലെ തന്നെ ഫ്രഷ് വേക്കൻസി 205 അങ്ങനെ ടോട്ടൽ 228 വേക്കൻസിയാണ് നിലവിലുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത് യൂണിവേഴ്സിറ്റിയിൽ 11 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ 30 ഫ്രഷ് വേക്കൻസിയും ഉണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി 6 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഫ്രഷ് വേക്കൻസി ഒരു 21 വന്നിട്ടുണ്ട്. അതുപോലെ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി 6 ഫ്രഷ് വേക്കൻസി 47. MG യൂണിവേഴ്സിറ്റിയിൽ ഫ്രഷ് വേക്കൻസിയാണ് 60. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫ്രഷ് വേക്കൻസി 19. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസിൽ 5 ഫ്രഷ് വേക്കൻസി ഉണ്ട്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ 6 ഫ്രഷ് വേക്കൻസി ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ 17 ഫ്രഷ് വേക്കൻസി ഉണ്ട്. ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി 23, ഫ്രഷ് വേക്കൻസി 205, അങ്ങനെ ടോട്ടൽ 228 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ഏത് ഡേറ്റിലാണ് അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത് യൂണിവേഴ്സിറ്റിയിലാണ്. 4/4/2024 ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അത് മെച്ചൂർഡ് ആകുന്നത് 1/3/2025. അതുപോലെ തന്നെ 4/4/2024 തന്നെ ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി വന്നിട്ടുണ്ട്. അത് മെച്ചൂർഡ് ആകുന്നത് 1/6/2024. പിന്നുള്ളത് 4/4/2024 തന്നെ 2 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അത് 1/11/2025 മെച്ചൂർഡ് ആകുന്നത്. പിന്നെ 4/4/2024 തന്നെ ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി വന്നിട്ടുണ്ട്. അത് 1/6/2025 മെച്ചൂർഡ് ആകുന്നത്. പിന്നെ 4/4/2024 തന്നെ ഒരു വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അത് 1/3/2025 മെച്ചൂർഡ് ആകുന്നത്. ഇനി 4/4/2024 തന്നെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അത് 1/6/2026 മെച്ചൂർഡ് ആകുന്നത്. ഒരു വേക്കൻസി വന്നിരിക്കുന്നത് 1/11/2026 പിന്നെ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് 1/1/2027 അതുപോലെ തന്നെ 4/4/2024 തന്നെ ഒരു ഫ്രഷ് വേക്കൻസി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ട്. പിന്നെ 4/4/2024 തന്നെ ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി വന്നിട്ടുണ്ട്. അത് 1/1/2027 വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ 3/5/2024 6 വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അത് ഡ്യൂ ആകുന്നത് 31/5/2025. ഇനി വരുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അത് റിപ്പോർട്ടായിരിക്കുന്നത് 2/11/2023. 1/6/2025 2 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി വന്നിട്ടുണ്ട്. 1/4/26 ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി വന്നിട്ടുണ്ട്. 1/7/2025 ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി വന്നിട്ടുണ്ട്. 1/7/2024 ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1/5/2026 ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയുടെയും ഫ്രഷ് വേക്കൻസിയുടെയും ഡേറ്റിൻ്റെ ആ ഒരു ഷെഡ്യൂളും. അപ്പോൾ നമുക്കിത് ഒരു കൺക്ലൂഡായിട്ട് നമുക്കൊരു കുറച്ചുകൂടെ ഒരു മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 2024 മെച്ചൂർഡ് ആകുന്ന ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഒരു 2 മെച്ചൂർഡ് ആകുന്നുണ്ട്.
4/4/2024 ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അത് ഡ്യൂ ആകുന്നത് 1/6/2024 അത് ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. പിന്നെ 2/11/23 ഒരു വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അത് മെച്ചൂർഡ് ആകുന്നത് 1/7/2024 അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്. ഈ 2 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് 2024 മെച്ചൂർഡ് ആകുന്നത്. 2025 മെച്ചൂർഡ് ആകുന്നത് 1/3/2025 ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വേക്കൻസി മെച്ചൂർഡ് ആകുന്നുണ്ട്. 1/3/2025 ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു വേക്കൻസിയും കൂടെ മെച്ചൂർഡ് ആകുന്നുണ്ട്. പിന്നെ 31/5/2025 കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ 6 വേക്കൻസി മെച്ചൂർഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ 1/6/2025 കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 2 വേക്കൻസി മെച്ചൂർഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ 1/6/2025 ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വേക്കൻസി മെച്ചൂർഡ് ആകുന്നുണ്ട്. പിന്നെ 1/7/2025 കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു വേക്കൻസി മെച്ചൂർഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ 1/11/2025 ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2 വേക്കൻസി മെച്ചൂർഡ് ആകുന്നുണ്ട്. അങ്ങനെ 2025 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി 14 എണ്ണമാണ് മെച്ചൂർഡ് ആകുന്നത്. ഓക്കെ, ഇനി 2026 പോവുകയാണെങ്കിൽ 2026 1/4/2026 ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വേക്കൻസി മെച്ചൂർഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ 1/6/2026 ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വേക്കൻസി മെച്ചൂർഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ 1/11/2026 ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു വേക്കൻസി മെച്ചൂർഡ് ആകുന്നുണ്ട്. 1/4/2026 കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു വേക്കൻസിയും അതുപോലെ തന്നെ 1/5/2026 കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു വേക്കൻസി മെച്ചൂർഡ് ആകുന്നുണ്ട്. അങ്ങനെ 2026 മെച്ചൂർഡ് ആകുന്ന ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ഇതുവരെ 5 എണ്ണമാണ്. 2027 മെച്ചൂർഡ് ആകുന്നത് 1/1/2027 ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2 വേക്കൻസി മെച്ചൂർഡ് ആകുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 23 വേക്കൻസിയാണ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് ഇപ്പോഴും നിലവിലുള്ളത്. ഓക്കെ, ഇനിയും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടെ അനുസരിച്ച് മാത്രമേ PSC ഷോർട്ട് ലിസ്റ്റ് ഇടുകയുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എത്രത്തോളം വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പ്രയത്നത്തിലായിരിക്കണം ഇനി അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ നല്ലതുപോലെ നടക്കുന്നുണ്ടെന്നറിയാം. അതല്ലെങ്കിൽ ഇത്രയും വേക്കൻസി റിപ്പോർട്ടാകുകയില്ല. നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ പുതിയ വേക്കൻസി റിപ്പോർട്ടാകുമ്പോഴോ അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉള്ളപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി LGSൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.